ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ചധികം ദിവസമായില്ല നമ്മൾ ഇതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തുറന്നു കേട്ടോ. അപ്പം ആ ഒരു ജനൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ല പ്രൊഡക്ടിവിറ്റി തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ട് ഇത് ഇവിടെ കിടന്ന് ഉറങ്ങാം കേട്ടോ. അവന് എണീക്കാറായിട്ടില്ല. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ഇപ്പുറത്തെ ജനലിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ തുറന്നിടാറുള്ളതാണ്. അപ്പോൾ അതും കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്തു. മൂട്ടി ഇതുവരെ തിന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഇതാകുന്നുണ്ടാവും. ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ടു ഡു ലിസ്റ്റ് എഴുതാം കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് എന്തിനാ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് ഇതുപോലെ ഒരു പേപ്പറിൽ, ഇപ്പോൾ എന്ത് പേപ്പർ ആയിക്കോട്ടെ, ഇതുപോലെ തന്നെ പേപ്പർ വേണമെന്നൊന്നുമില്ല, ചുമ്മാ ഒരു കുഞ്ഞി പേപ്പറാണെങ്കിൽ പോലും നമുക്ക് അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ടിക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഫീൽ, അതായത് നമ്മൾ ചെയ്തു എന്നുള്ളതിന് ടിക്ക് ഇടുമ്പോഴുള്ള ഫീൽ, അത് അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ കാണുന്ന ഒരു രീതിയിൽ അതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ക്ലൗഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ രാവിലത്തെ വെയിൽ നല്ലൊരു ഫീൽ തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രാവിലത്തെ വെയിൽ. പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഫോണും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒന്ന് എന്താ പറയുക, വോക്ക് ചെയ്യാമെന്ന്. അങ്ങനെ വോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മോർണിംഗ് വാക്കിംഗ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നടക്കുന്ന ടൈമിൽ അമ്മ പറഞ്ഞു ചായ കുടിച്ചിട്ട് പൊക്കോളം പറയും. ആണും ചായ കുടിക്കുക കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഉച്ചയ്ക്ക് എന്തിനാണ് ഷട്ടിൽ കളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആട്ടോ. ഞാനും അച്ഛനായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ചേട്ടൻ അതിലേക്ക് കൊടുത്തു കേട്ടോ. മോട്ടാച്ചി അവിടെ ഇരിപ്പുണ്ട് ഒരു ഷട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ള പരിപാടിയാണ് ഈ കാലിഗ്രാഫി എന്ന് പറയുള്ളൊരു ഐറ്റം പഠിക്കാൻ കേട്ടോ. സംഭവം എനിക്കറിയില്ല, പക്ഷേ ഈ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എങ്ങനെയാണ് ഇവർ എഴുതണതെന്ന് പോലും ഞാൻ ചിന്തിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ഹൗ ടു സ്റ്റഡി ദി കാലിഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ കിട്ടും. ഇതൊന്നും ഞാൻ എഴുതി ഏതാ ഇഷ്ടപ്പെടുന്ന കമൻറ്റ്. ഇതൊക്കെ ഞാൻ ഇന്നലെ എഴുതിയതാട്ടോ. പക്ഷേ ഇങ്ങനെയല്ല എഴുതേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പം വിചാരിച്ചു എന്തെങ്കിലും പേര് എഴുതാമെന്ന്. അപ്പോൾ നമ്മളെ പണ്ട് തൊട്ടുള്ള പരിപാടിയാണ് ഈ എന്താ പറയുക, സ്കെച്ച് പെൻ വെച്ച് പേര് എഴുതുന്നത്. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്ത് നോക്കിയ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവാന. അപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചില്ല, കാരണം നമ്മൾ മറ്റേ പേന ചാനലിൽ എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ഇതിൻ്റെ ആദ്യത്തെ ജേർണലിന് വേണ്ടി പറയാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജേർണലിങ് ബുക്കാണിത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കാലിഗ്രാഫി ആൽഫബറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മൊബൈലിൽ നോക്കി എങ്ങനെ പഠിക്കേണ്ടത്, എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പെൻ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുവിധം ഒത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഐറ്റം ക്രോഷി ഉണ്ടായിരുന്നു. അപ്പോൾ ക്രോഷി ഒരു എന്താ പറയുക, ഒരു ചാർജർ ഹോൾഡർ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ പറയൂ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൊക്കെയാട്ടോ. പിന്നെ നമ്മുടെ മോട്ടി ഉണ്ടായിരുന്നു. മോട്ടി എല്ലാവരുടെയും കൂടെ കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ തോന്നും. പിന്നെ നമ്മൾ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ജോഗ്രഫി ഉണ്ടായിരുന്നു, അത് കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രോഷി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ഇതാട്ടോ. അതിനോട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇതെനിക്ക് അധികം ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല.